തൊമ്മൻകുത്ത് സെൻറ് തോമസ് ദേവാലയത്തിൻ്റെ 2 വാർഡുകൾ വസിക്കുന്ന പ്രദേശമാണ് നാരിങ്ങാനം. അതായത് വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ 6-ാം വാർഡിൽപ്പെട്ട പ്രദേശം. ഈ പ്രദേശം നിലവിൽ ഈ റിസർവ് സ്റ്റാറ്റസ് എന്ന ഒരു അഭിസംബോധനയിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ കാരണം പട്ടയമില്ല എന്നുള്ള 65 വർഷക്കാലമായി ഈ പ്രദേശത്ത് വസിക്കുന്ന മനുഷ്യർ അവർക്ക് കുടിയേറ്റ മേഖലയിൽ പട്ടയം നിലവിൽ ലഭിച്ചിട്ടില്ല. ഈ പട്ടയം ലഭിക്കാത്തതിൻ്റെ പേരിൽ ഈ പ്രദേശത്ത് ജണ്ടായിട്ട് വനഭൂമിയും കൃഷിഭൂമിയും തമ്മിൽ 1979 മുൻപ് വേർതിരിക്കപ്പെട്ട് സംരക്ഷിക്കുന്നതാണ്. ഈ സംരക്ഷിക്കപ്പെടുന്ന ഈ പ്രദേശത്തെ കൃഷിഭൂമിയിലാണ് തൊമ്മൻകുത്ത് സെൻറ് തോമസ് ദേവാലയത്തിൻ്റെ ഈ കുരിശ് സ്ഥാപിച്ചത്. ഈ ഭൂമിയിലെ കുരിശാണ് കാളിയാർ റേഞ്ച് ഓഫീസർ മനോജ് ടി.കെയുടെ നേതൃത്വത്തിൽ വന്ന് അത് തകർക്കുകയും അത് തകർത്തതിന് ശേഷം സാധാരണ JCBക്ക് ഒരു കുരിശ് പൊളിച്ചാൽ ആ കുരിശുമായിട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. ആ കുരിശ് പല ആവർത്തി ആ കുരിശിൽ കുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് മീഡിയയ്ക്ക് പോയി അവിടെ ചെന്ന് നോക്കിയാൽ കാണാവുന്നതാണ്. അതിൽ പല ആവർത്തി കിഴിച്ചിട്ടുണ്ട് ആ കുരിശ്. ഒരു കുരിശിൽ എന്തിനാ അത്തരത്തിലൊരു ആക്രമണ സ്വഭാവത്തോടുകൂടി ഒരു വാശി തീർക്കുന്ന രീതി ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അത് അദ്ദേഹമാണ് അതേക്കുറിച്ച് വിശദീകരിക്കണം. അതിന് എന്താണ് അതിൻ്റെ കാരണമെന്ന് നമുക്കറിയില്ല. അതുപോലെ ഈ വനം വകുപ്പ് ഉദ്ദേശിക്കുന്നത് ഈ കുരിശ് പൊളിക്കുക എന്നതിലൂടെ വനം വകുപ്പ് ലക്ഷ്യം വയ്ക്കുന്നത് ഈ പ്രദേശത്ത് അവരുടെ ആധിപത്യം സ്ഥാപിക്കുകയാണ്. വനം വകുപ്പ് ഈ ഒരു ഭൂമിയിൽ ഈ 65 വർഷക്കാലമെന്നും ഈ പറയുന്ന ഭൂമിയിൽ നിങ്ങൾ ചെന്ന് അവിടെ 65 വർഷം പഴക്കമുള്ള തെങ്ങ് നിൽക്കുന്ന പറമ്പാണ് ഈ ഭൂമി. അതുപോലെ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് EMS ഭവന പദ്ധതിയിൽ നിന്ന് പെര ലഭിച്ച ഭൂമിയാണ് ഈ പള്ളിക്ക് വില കൊടുത്ത് പള്ളി ആ വ്യക്തിയിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. അതുപോലെ ഇലക്ട്രിസിറ്റി ലൈൻ കാളിയാർ ഇലക്ട്രിസിറ്റി സെക്ഷനിൽ നിന്ന് ലൈൻ സ്കെച്ച് അവരുടെ കയ്യിലുണ്ട്. ഈ ഭൂമിയിൽ വൈദ്യുതി വരുന്നുണ്ട്. വനഭൂമിയിൽ എങ്ങനെയാണ് വൈദ്യുതി കണക്ഷൻ ലഭിക്കുക, ഇല്ലെങ്കിൽ EMS ഭവന പദ്ധതി എങ്ങനെയാണ് വനഭൂമിയിൽ ഉണ്ടാകുക? ആ കാര്യം ഒരു വ്യക്തമാക്കണ്ടേ? ഇല്ലെങ്കിൽ 65 വർഷക്കാലമായി തെങ്ങ് ഈ കേരളത്തിൽ ഏത് വനത്തിലാണ് തെങ്ങ് വനം വകുപ്പ് കൃഷി ചെയ്തിരിക്കുന്നത്? അത്തരം കാര്യങ്ങൾ അവർ വ്യക്തമാക്കണ്ടേ? വനം വകുപ്പ് ഉദ്ദേശിക്കുന്നത് ഈ പ്രദേശത്തുള്ള കുടിയേറ്റ കർഷകർ പട്ടയത്തിന് അപേക്ഷ കൊടുത്ത് പട്ടയ നടപടികൾക്കായി കാത്തു നിൽക്കുന്ന സമയം നോക്കി വനം വകുപ്പും ഇല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട മറ്റ് എന്തെങ്കിലും സംവിധാനങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഈ സമയത്ത് തന്നെ ഈ ഭൂമിക്കുള്ളിൽ ഒരു പ്രോപ്പർട്ടിക്കുള്ളിൽ വനം വകുപ്പ് അധികാരം സ്ഥാപിച്ചാൽ വനം വകുപ്പിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന പരിസ്ഥിതി സംഘടനകൾ അപ്പോൾ തന്നെ കോടതിയിൽ പോകും. അവർ ആ കോടതിയിൽ ചെല്ലുന്നതിൽ ലക്ഷ്യം വെക്കുന്നത് ഇതേ സ്റ്റാറ്റസ് ഭൂമിയാണ് വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ഭൂമികളും. അപ്പോൾ ഈ മുഴുവൻ ഭൂമിക്ക് മേലും കോടതി വിധി വരും ഇതേ സ്റ്റാറ്റസ് ഭൂമികൾ മുഴുവൻ ഒഴിപ്പിക്കാൻ. അപ്പോൾ ഈ പട്ടയ നടപടികൾക്ക് മേൽ കൈവയ്ക്കുക എന്നത് മാത്രമാണ് വനം വകുപ്പിൻ്റെ ഉദ്ദേശം. ഈ കുരിശിനെ അധിക്ഷേപിക്കുകയും ഈ മതചിഹ്നത്തെ അവർ അവഹേളിച്ചത് വഴി ചെയ്തത് ഈ കുടിയേറ്റ കർഷകരെ ഉപദ്രവിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് അവരുടെ മുന്നിലുള്ളത്. ഞാൻ താമസിക്കുന്നതിന് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ തൊമ്മൻകുത്തിന് പോകുമ്പോഴൊന്നും ഇവർ വളരെ അവിടെ ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ടായിരുന്നു എന്നാണ് ആളുകളിൽ നിന്ന് പിന്നീട് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇവർ ഇത് പൊളിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട് എന്ന് നമ്മൾ കരുതുന്നില്ല. കാരണം നമ്മൾ ഒരു അതിക്രമവും കാണിച്ചിട്ടില്ല. നമ്മൾ ഒളിച്ചോ ഭാഗത്തോ വനത്തിനുള്ളിലോ ഒന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ അവരെ അവിടെ നോക്കേണ്ട കാര്യമോ ശ്രദ്ധിക്കേണ്ട കാര്യമോ നമുക്കില്ല. കാരണം നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ളിലാണ് കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മൾ ദുഃഖവെള്ളി 40-ാം പള്ളി അവിടെ പോയി കുരിശ് വെച്ചിരിക്കുകയും ദുഃഖവെള്ളിയാഴ്ച അങ്ങോട്ട് പോകാൻ നമ്മൾ തീരുമാനിക്കുകയും ചെയ്തിരുന്ന സമയത്ത് ഇവർ ഈ വന്നതിന് ശേഷം JCB ഉപയോഗിച്ച് 2 വണ്ടി പോലീസിനെ ഉൾപ്പെടെയാണ് അവരവിടെ വന്നു JCBക്ക് ഉപയോഗിച്ച് ഈ കുരിശ് തള്ളി. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ആളുകൾ അവിടെ കുറവായിരുന്നുകൊണ്ട് ഞാൻ മാത്രമായിരുന്നു. ഞാനും അവിടെ നമ്മുടെ ഒരു 2 സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവരും കൂടെ അയൽവക്കത്തുള്ള ആളുകളാണ്. ജോമോന് കാരാമ്പാറയില്ല. അവർ 2 പേര് ഓടി അവിടെ വന്നു. ഞങ്ങൾ തടയാൻ ശ്രമിച്ചുവെങ്കിലും ഞങ്ങളുടെ 2 പേരുണ്ടായിരുന്നുകൊണ്ട് ആ ശ്രമം ശരിക്കും വിഫലമാവുകയാണ് ചെയ്തത്. അവർ ആ കുരിശുമായി JCBക്കാരന് തർക്കം പറഞ്ഞപ്പോൾ JCBക്കാരൻ പെട്ടെന്ന് അവിടെ നിന്ന് അദ്ദേഹം പിന്മാറി. കാരണം നിയമപരമായ ഒരു കോർട്ട് ഓർഡറോ നിയമ സംവിധാനം ഉപയോഗിച്ച് ഒരു JCB ആണ് അവിടെ വന്നെങ്കിൽ തർക്കം പറയുമ്പോൾ JCBക്കാരൻ അവിടെ നിന്ന് ഒളിച്ചോടേണ്ട ആവശ്യമില്ല. നിയമപരമായിട്ട് വന്നതെന്നാണ് പൊളിപ്പിക്കുന്നതെങ്കിൽ JCB ഉപയോഗിച്ച് ആ JCB അവിടെ ഉണ്ടാകും സ്പോട്ടിൽ. എന്തുകൊണ്ട് JCB അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു? ഇവർ ചുമന്നാണ് ആ കുരിശ് ഇറക്കി കൊണ്ടുപോയി ജീപ്പേ കയറ്റി കാളിയാർ റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് അങ്ങനെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചത്? ഉപദ്രവം ഒന്നും ഉണ്ടായില്ല. ഞാൻ കുരിശേ കയറി വട്ടം പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ കയ്യെ പിടിച്ച് വലിച്ച് താഴേക്ക് ഇറക്കപ്പുറമാണ്, ഒരു ചെരുവ് സ്ഥലമാണ്, വലിച്ചുകൊണ്ട് താഴോട്ട് പോയി. ഞാനും ആ പുള്ളിയും കൂടെ താഴോട്ട് പോയി. വീണ്ടും ഞാൻ ഓടി കയറി വന്നപ്പോഴത്തേക്കും പോലീസ് ഇടപെട്ടു. പ്രശ്നം ഉണ്ടാക്കരുത്. സ്വാഭാവികമായിട്ടും ഒരു 10-20 വനം വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഒരു 20ഓളം ഉദ്യോഗസ്ഥരുള്ള സമയത്ത് ഞാനൊരാൾ അവിടെ പ്രതിരോധത്തിന് പല പരിമിതികളുമുണ്ട്. നമ്മൾ പിന്നെ അതിനെ അംഗീകരിച്ചു കൊടുക്കുകയാണ് ആ സാഹചര്യം ചെയ്തത്.